ചെങ്ങമര അതിനപ്പുറത്ത് ബംഗ്ലാദേശ്. അന്ന് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ചിലവ് വന്നത് 10 ലക്ഷം രൂപയാണ്. ഹായ് 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 ചെങ്ങമരയിലേക്ക് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആഹാ, ചെങ്ങമര. അപ്പോൾ ഞങ്ങൾ അഗർത്തലയിലേക്കാണല്ലോ നമ്മൾ ഇന്നലെ യാത്ര തിരിച്ചിരുന്നത്. അഗർത്തലയിലേക്ക് നമുക്ക് ഇനി ഒരു 45 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ളത് ഗൂഗിൾ മാപ്പ്. അപ്പോൾ അഗർത്തല പോയിട്ട് നമുക്ക് അഗർത്തലയിൽ എന്തോ ഒരു പാലസ് പോലെ എന്തോ ഉണ്ട്. അപ്പോൾ അഗർത്തലയിൽ അതെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ബംഗ്ലാദേശ് ബോർഡറിലേക്ക് പോകാൻ വേണ്ടി പറ്റും. നമ്മളിതിൻ്റെ മുമ്പ് നമ്മൾ പോയിരുന്നത് ദൗക്കിയിലാണ്. മേഘാലയയിൽ ദൗക്കിയിൽ നിന്ന് നമ്മൾ ബംഗ്ലാദേശ് ബോർഡറിലേക്ക് പോയതാണ്. അതുപോലെ തന്നെ ഇന്നും നമ്മൾക്ക് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്തരം ഏരിയകളിലേക്കാണ് ഇന്നത്തെ നമ്മളുടെ ചേക്കേറൽ. ഏതായാലും ത്രിപുരയിൽ എത്തിയിട്ട് നല്ല ഉന്മേഷ ഊർജ്ജത്തോടെ തന്നെയാണ് ഞങ്ങളുള്ളത്. ഇന്നലെ നമ്മൾ കിടന്നുറങ്ങിയ സ്ഥലമാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഇത് മെയിൻ റോഡിൻ്റെ വക്ക് തന്നെയാണ്. കാരണം ഇവിടെ നിന്ന് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ ചെറിയൊരു കാട് പോലെ കണ്ടു ഗൂഗിൾ മാപ്പിലേ. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പിന്നെ ഒഴിഞ്ഞ് പോകണ്ടെന്ന് കരുതി. ഞാൻ അതുവരെ അവിടെ എവിടെയും വണ്ടി ഒന്ന് ഒഴിഞ്ഞിറക്കാനൊന്നും പറ്റില്ലെങ്കിലോ, അപ്പോൾ അപ്പോഴും കുടുങ്ങും. പിന്നെ നമ്മൾ നേരെ അഗർത്തലയിലേക്ക് എത്തേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഈ ഒരു ഇവിടെ ഫുഡ് ഫെസ്റ്റിവലേ കഴിഞ്ഞൊരു സ്ഥലമാണത്. ഇവിടെ നിർത്തിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ് അല്ലേ, ഒരു പ്രശ്നം ഉണ്ടായില്ല. നമുക്ക് നല്ല സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി പറ്റി. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഏകദേശം നമുക്കൊരു 1 മണിക്കൂർ കൊണ്ട് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് റോഡ് ഓക്കെയാണ്. 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് അഗർത്തല എത്താൻ പറ്റും. അവിടെ നമുക്ക് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ബോർഡറിലും പോയിട്ട് ബാക്കി പ്ലാൻ നമ്മൾ ചെയ്തില്ല. ത്രിപുരയിലേക്ക് എത്തിയിട്ട് ഇതുവരെയുള്ള ഓരോ ദിവസം തലേ ദിവസം ഇങ്ങനെ നമ്മളിങ്ങനെ എന്താണ് നെക്സ്റ്റ് എന്ന് നോക്കിയാണ് പോകുന്നത്. മൊത്തത്തിലൊരു റൂട്ട് പ്ലാനൊന്നും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല നമ്മളുടെ ഈ ഒരു യാത്രയിൽ. ഞാൻ തുടക്കത്തിൽ സിലിഗുരിയിൽ നിന്ന് കയറിയപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, നമ്മൾ നോട്ട്ബുക്കിൽ എഴുതി വെച്ചൊരു കാലം ഉണ്ടായിരുന്നു. ആ ഒരു കാലത്ത് അതും കൊണ്ട് യാത്ര ചെയ്ത് എനിക്കുണ്ടായ അനുഭവം അത് പൂർണ്ണമാക്കാൻ പറ്റാത്തതിൽ ഒരു സങ്കടമായിരുന്നു. പക്ഷേങ്കിൽ ഇത്തരത്തിൽ യാത്ര ചെയ്യുമ്പോൾ നാളെ മറ്റന്ന് എവിടേക്ക് എത്തണം എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് എത്തിക്കോളണം എന്നുള്ളൊരു മൈൻഡ് നമുക്കില്ലാത്തതുകൊണ്ട് അതൊരു സങ്കടമല്ല. എന്നാൽ തന്നെ ഇപ്പോൾ നമ്മൾക്ക് അരുണാചലിലെ 0-യിലെ ഒരു അപ്പത്താനി വില്ലേജൊക്കെ പോയതിൽ നമുക്ക് വിഷമമുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് അടുത്തതിൽ നോക്കാം. എന്നാൽ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, ലൈക്ക് അടിക്കാൻ, കമൻറ്റ് ചെയ്താൽ മറക്കരുത്. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങണം അല്ലേ. അങ്ങനെ ഇറങ്ങിയിട്ട് ത്രിപുരയുടെ നല്ല ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇവിടെ ചെക്കിങ് തുടങ്ങിയിട്ടുണ്ട്. ചെക്കിങ് സ്റ്റാർട്ടിങ് വെറുതെ വിട്ടു. എന്താ അറിയില്ല, എപ്പോ വെറുതെ വിട്ടുകൊണ്ട് രാവിലെ ആയിട്ടാണ് തോന്നുന്നുണ്ട്. ഏതായാലും നമ്മൾ പോകുന്ന വഴിയിൽ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ മറ്റൊരു വഴിയിലേക്ക് കയറിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കയറാത്തതിന്റെ കാരണങ്ങൾ എന്താ വെച്ചാല് റോഡുകൾ വളരെ മോശമാണ്. നമ്മളൊരു വില്ലേജ് റോഡ് കയറുകയൊക്കെ ആണെങ്കിൽ റോഡ് വളരെ മോശമാണ്. റോഡ് ഇല്ല എന്ന് തന്നെ പറയാം. അത്തരത്തിൽ കയറി കഴിഞ്ഞാൽ വണ്ടിക്കും നമ്മക്കും പണി കിട്ടുമെന്ന് കരുതിയിട്ടാണ് നമ്മൾ കയറാത്തത്. കാരണം നമ്മൾ കിബത്ത് പോയപ്പോ തന്നെ ഒരു സോക്കാത്രി ആടി. ഇനിയിപ്പോ ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ അത് വലിയൊരു ഇടങ്ങേറായിട്ട് മാറും. ആ പേടി കൊടുത്തിട്ടാണ് കയറാത്തത്. പിന്നെ അതല്ല, പിന്നെ നമ്മള് വില്ലേജ് കൂടെ കയറണമെങ്കിൽ ഇപ്പൊ അല്ലാത്ത ചെക്കിങ് ആണ്. എന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ പിന്നെ അത് പറച്ചിലായി എന്തോ ഒരു വിഷയമുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ നമ്മള് വില്ലേജ് കൂടെ വിഷയാകും. അതും ശരിയാട്ടാ. അപ്പൊ നിൽക്കുന്ന പാട്ടിൽ നമ്മള് പോവുക, 2 സൈഡ് എടുത്ത് പോവാ. കവുങ്ങാണെങ്കിൽ വായ അതെ, അത്രേ ഉള്ളൂ. ആ ടൈപ്പിൽ അങ്ങനെ പോയി നോക്കാം. പോകുന്ന വഴിയിലൊന്നും നിർത്തിയതാണ്, ചെറിയൊരു കട ഉണ്ട്. നമ്മുടെ കയ്യിൽ ചായ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു പാൽ ചായ കുടിക്കാനായി സംഭവം. പിന്നെ അത് മാത്രമല്ല, ഇവിടെ വന്ന് നിന്നപ്പോൾ ആംപ്ലേറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ ആംപ്ലേറ്റിന്റെ സ്മെല്ലായിട്ട് വൈരും പോയി. പിന്നെ അവിടെ നല്ല പന്നിയിറച്ചി കിട്ടും. പിന്നെ കോഴിയുണ്ട്, കോഴിനെ കണ്ട കെട്ടിയിട്ടിരിക്കണ് കാലിമലൊക്കെ. അവിടെ കുറ്റി അടിച്ചിട്ടേ ആവുമ്പോൾ കെട്ടിയിട്ടേക്ക കോഴിനെ. പിന്നെ പന്നിയിറച്ചി എവിടുന്നോ അറുത്തിട്ട് അതിന്റെ ഇറച്ചി മാത്രമായിട്ട് കൊണ്ടുവന്ന് വെച്ചേക്കുവാണ് അല്ലേ. അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവമാണ്, കടയാണ്. ഏതായാലും ഞങ്ങള് അഗർത്തലയിലേക്ക് ഇനി ഒരു 10-20 കിലോമീറ്റർ ഉണ്ട്. आपका नाम क्या है? जोरा जल्दी करो, टाइम नहीं है. ജോറ എന്ന് പറയുന്ന ഒരു ബൈയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മൾ ഈ റോഡ് നമ്മൾ വന്ന റോഡ് ഇതാണ്. റോഡ് ഇപ്പോൾ കുറച്ച് മോശമാണ്. നമ്മൾ വന്നപ്പോൾ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് റോഡ് ഓക്കെയാണ്. ഓ സൈഡ് റോഡ് അച്ഛേ സാധനം കിട്ടിക്കണേ. ജി പിടി
ആംപ്ലേറ്റ് അല്ല, ടേസ്റ്റ് ചെയ്ത് നോക്കാനൊന്നുമില്ല. എന്നാലും കഴിച്ചോ. ചൂടാവട്ടാ, കാരണം ഇപ്പം ചുട്ട സാധനമാണ്. മുട്ട എന്നാ മാതിരി തന്നെ. പന്നിക്ക് വില ചോദിച്ചു. പന്നിന്റെ വില എത്ര അറിയാം? 640 എന്ന് പറയുമ്പോൾ 640 അല്ലേ? ഞാൻ 640 എന്നാണ് എൻ്റെ മൈൻഡിൽ ഇരുന്നത്. പിന്നെ വേണ്ടെന്ന് വെച്ച് വേറെ എവിടുന്നേലൊക്കെ വില കുറവിൽ എന്തായാലും കിട്ടൂല. ഇത് കിട്ടൂല, വേറെ എന്തെങ്കിലും കിട്ടണ വാങ്ങിയിട്ട്. പിന്നെ ചിക്കനെ ഞങ്ങൾക്ക് മടുത്ത് വേർത്ത് ചടച്ച് 1/2 കിലോ തന്നെ തിന്നാൻ വെച്ചാൽ 2 കണ്ടം തന്നെ തിന്നാൻ വെച്ചാൽ ഇല്ല അല്ലേ? ഞാട്ട് വെറുക്കാറില്ല. വെറുതെ എന്നെ തിന്നിട്ടേ വേറെ എന്തെങ്കിലും നോക്കാം. നമുക്ക് വല്ല സബ്ജി പോലത്തെ എന്തെങ്കിലുമൊക്കെ സൈക്കിൾ റിക്ഷ നമ്മള് പലതും കണ്ടിക്കണേ. അതില് ഇത് ഇലക്ട്രിക് ആണ് കേട്ടാ. മുമ്പ് ചവിട്ടണമൊന്നുമില്ല, ഇങ്ങനെ പോവുകയാണ്. ഇലക്ട്രിക് റിക്ഷയാണത്, ഇലക്ട്രിക് സൈക്കിൾ റിക്ഷ അല്ലേ? ഏതായാലും അങ്ങനെ ത്രിപുര നമ്മുടെ അഗർത്തലയിലേക്ക് എത്താറായിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു 10 കിലോമീറ്റർ കൂടി. റോഡ് അച്ചേട്ടാ മക്കളെ, അടിപൊളി റോഡാ. ഇത് മുമ്പ് ഇങ്ങനെ ആയിരുന്നു എന്തൊക്കെ അറിയില്ല, പക്ഷേ ഇപ്പൊ അടിപൊളിയാണ്. കണ്ടോ കുറിച്ചുണ്ടാക്കുന്ന പോലെ ഇതാണതേ. എന്താ അങ്ങനെയെങ്കിൽ ഞങ്ങള് അഗർത്തല എത്തിയിട്ടുണ്ട്. അഗർത്തലയിൽ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുവാണ്. അഗർത്തല കൊള്ളാട്ടോ അല്ലെ? കൊള്ള നമ്മള് മറ്റേ അരുണാചലിന്റെ ക്യാപിറ്റല് പോയ പോലെ ഒന്നല്ലോ, അതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടില്ലേ തോന്നുന്നുണ്ട് നമുക്കിവിടെ. റോഡ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ ബിൽഡിങ്ങും ഒക്കെ നമ്മൾക്ക് നല്ലൊരു ഇവിടെ ഒരു ക്യാപിറ്റലിലേക്ക് വന്നൊരു ഫീല് നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ ബാക്കിൽ ആംബുലൻസാ, അതറിയില്ല, ആംബുലൻസാ. ഇനി നമ്മൾക്ക് ഇവിടെ എത്തേണ്ടത് പാലസിലേക്കാണ് നമ്മൾ പോകുന്നത് ഫസ്റ്റ് തന്നെ. ഇവിടെ നമുക്ക് വല്ലാതെ ഒന്നും കയറാനൊന്നുമില്ല. ഭയങ്കര തിരക്കാട്ടോ റോഡ്. ഇതൊരു സ്കൂൾ ടൈമാണ്, 10 മണി സമയമായിട്ടുള്ളൂ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള തിരക്കുണ്ട്. അധികം ഉള്ളത് ഈ ഓട്ടോറിക്ഷയാണ്, ഓട്ടോറിക്ഷകളാണ് അല്ലേ? സൈക്കിൾ റിക്ഷ ഇതൊക്കെയാണ് കാര്യമായിട്ട് ഇവര് സഞ്ചരിക്കുന്ന വാഹനങ്ങൾ എന്ന് പറയുന്നത്. അവിടെയൊക്കെ ഉണ്ട് പാലസ്. വിജയാനന്ദ പാലസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ പോരുന്ന അവിടെ 2 പോലീസുകാരുണ്ടായിരുന്നേ. അപ്പൊ ഇതിനെ കയറാൻ പറ്റുമോ ചോദിച്ചാ, ഇതില് എൻട്രി ഉണ്ട് എന്താ അറിയില്ലല്ലോ. പാലസ് ഇതാണോ? പാലസ് വിജയാനന്ദ പാലസ്. അപ്പൊ സാറ് നമ്മളവിടെ വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് സാറ് പറയാ, നിങ്ങള് യാത്ര ചെയ്യുന്ന ആളുകളാണല്ലേ, എയിലൊക്കെ പോയി എവിടൊക്കെ കണ്ടു, എത്ര ദിവസമായി ഇവിടെ, എത്ര ദിവസമായി, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് സാറ് ചോദിച്ചൊക്കെ മനസ്സിലാക്കി. ആദ്യമായിട്ടോ ഒരു പോലീസുകാരൻ തോളില് തട്ടിയാണ്ട് അല്ലേ? വളരെ സന്തോഷമായി ഞങ്ങൾക്ക്. അതെ, ഇങ്ങനെ കിട്ടണം, തുടക്കത്തിൽ ഇങ്ങനെ കിട്ടണം. ഇവിടെ എവിടെയോ ഇതാണ് സംഭവം. ഇതാണല്ലേ, ഇതാണ്. പിന്നെ അകത്തേക്ക് വണ്ടി പോവില്ലേ? പിന്നെ ഇതിലാണ് ഇതിന്റെ അകത്തേക്ക് എൻട്രി. ഇവിടുന്ന് ഇതിലങ്ങോട്ട് കയറി ലാസ്റ്റ് ഇപ്പൊ എന്താകും? ഇപ്പൊ ഇത് വന്ന വൈകൻ എത്തോ? ലാസ്റ്റ് പിന്നെ ഓരെ തന്നെ കാണുമോ? അത് ഭയങ്കര കോമഡിയാണ്. അത് ഭയങ്കര രസമാവും പറഞ്ഞ പോലെ. ഇതിപ്പോ നമ്മള് വന്ന വഴിയാണിത്. വന്ന വഴിയാണോ? എനിക്കങ്ങോട്ട് മനസ്സിലാവണില്ല. ഇതിനകത്തേക്കാണ് നമ്മൾ കയറേണ്ടത്. ഇവിടെ നമ്മുടെ ദേശീയ പതാക പറക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി അവിടെ റോഡിൻ്റെ സൈഡിൽ പാർക്കിങ്ങിൽ തന്നെയാണ് ഇട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് കയറിയിട്ട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഇതിനകത്തേക്ക് കയറിയുണ്ട്. ഇത് 1901 രാധാകിഷോർ മാണിക്യം നിർമ്മിച്ചിട്ടുള്ള ഒരു കൊട്ടാരമാണ്. അവരുടെ കൊട്ടാരമായിരുന്നത്. പക്ഷേങ്കിൽ ഇപ്പോൾ ഈ കൊട്ടാരമല്ല, അതിന് മുമ്പ് വേറൊരു കൊട്ടാരം ഉണ്ടായിരുന്നു. ഇത് 1973 2011
11 വരെയുള്ള ആ ഒരു കാലയളവിൽ ഇവരുടെ നിയമസഭ, അതായത് നമ്മളുടെ സെക്രട്ടേറിയറ്റ് എന്നൊക്കെ പറയില്ലേ, സെക്രട്ടേറിയറ്റ് ആയിരുന്നു കേട്ടോ. ഇത് സംഭവം ഇവർ നല്ല രീതിയിൽ പരിപാലിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടേക്ക് ക്യാമറ അലൗഡുള്ള, അതുപോലെ തന്നെ ഇവിടേക്ക് ക്യാമറ അലൗഡ് ചെയ്യണമെങ്കിൽ 2000 റുപ്യ നമുക്ക് കിട്ടണം. അപ്പോൾ ഞങ്ങൾ മൊബൈലിലാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. വാർത്ത ഉജാന്ത കൊട്ടാരം എന്ന് പറയുന്നത് 1862 അതായത് അഗർത്തലയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയായിട്ടുള്ള ശ്യാം ചന്ദ്ര മാണിക്യ രാജാവാണ് നിർമ്മിച്ചിരുന്നത്. 1897 ആസാമിലെ ആ ഒരു ഭൂകമ്പത്തെ തുടർന്നാണ് ആ ഒരു കൊട്ടാരം നശിക്കുന്നത്. ഇത് ഈ അഗർത്തലയുടെ ഹൃദയഭാഗത്താണ് ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത്. മാണിക്യ രാജാവിൻ്റെ കൊട്ടാരം അല്ലേ, അതൊരു മ്യൂസിയം കൂടിയാണ് കേട്ടോ. ഇപ്പോൾ ഒരു മ്യൂസിയം കൂടി ആയിട്ടാണ് അത് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ നല്ല ഗാർഡനും പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ലൊരു ഭംഗിയുണ്ട് ഈ ഒരു കൊട്ടാരം കാണാനും. അതുപോലെ തന്നെ ചുറ്റുമുള്ള ഈ പൂക്കളും എന്താ പറയുക മരങ്ങളും ഒക്കെ കാണാനും. പിന്നെ 2 ലേക്കിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് ഇതുവഴി അങ്ങനെ സ്റ്റെപ്പ് എടുത്ത് കയറി പോകാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ലുക്ക് നോക്കി നിങ്ങൾ മക്കളെ. മാർട്ടിൻ ആൻഡ് ബോണ്ട് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് കമ്പനിയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് അന്ന് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ചിലവ് വന്നത് 10 ലക്ഷം രൂപയാണ്. ഇത് പിന്നീട് ഇവിടുത്തെ ഗവൺമെൻറ് ഇത് രാജകുടുംബത്തിൽ നിന്നും വാങ്ങിയത് ഏതാണ്ട് 25 ലക്ഷം രൂപയ്ക്കാണ്. എന്നിട്ട് ഇവിടെ ആയിരുന്നു അവരുടെ സെക്രട്ടേറിയറ്റ് കാര്യങ്ങളൊക്കെ. വേറ്റു എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, കയറാൻ വേണ്ടി പറ്റൂലേ. ഞങ്ങൾ മ്യൂസിയത്തിനകത്തൊക്കെ കയറിയിട്ട് ഇറങ്ങി കേട്ടോ. ഇത് ഏകദേശം 1 കിലോമീറ്റർ വിസ്തൃതിയിൽ കിടക്കുന്ന ഒരു പാലസായിരുന്നു, കൊട്ടാരമായിരുന്നു. അതായത് ഇതിൻ്റെ ഈ ഒരു ഭാഗവും ഈ ലേക്കും ഒക്കെ എല്ലാം ഉൾപ്പെടെ. പിന്നെ അതിനകത്തേക്ക് ക്യാമറ അലോഡില്ല. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വരില്ല. ഞങ്ങൾ പുറത്തേക്ക് എത്തണം പറഞ്ഞുതരാം മ്യൂസിയത്തിലെ വിശേഷങ്ങൾ. അതായത് മ്യൂസിയം ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ, ഞങ്ങൾ നേരെ വണ്ടിക്ക് വന്ന് ഭക്ഷണം കഴിക്കുകയാണ്. മ്യൂസിയം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇവരുടെ പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഇവരുടെ ഹിസ്റ്ററി, മെയിനായിട്ട് നോർത്ത് ഈസ്റ്റിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഹിസ്റ്ററി, കൾച്ചർ കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. പിന്നെ നമുക്കതിനുള്ളൊരു ഫോൺ പോലും കച്ചി പൊടിച്ചാൻ പറ്റൂല, അത്ര സ്ട്രിക്റ്റ് അല്ലേ. കണ്ടുപോരാ, കാണാണ്ടിട്ടാ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ ഈ ഒരു പാലസ് മിസ് ചെയ്യരുതാരും. പാലസിൽ വരിക, പാലസ് കാണുക. നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പറ്റൂല, പക്ഷേ എങ്കിൽ എന്നാലും പുറത്തുനിന്നുള്ള ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയൊക്കെ പറ്റും. അകത്തൊന്നും പറ്റൂല. പിന്നെ ഇപ്പോൾ അവിടെ ഉള്ളത് ഇവരുടെ പഴയകാല ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, രാജകുടുംബങ്ങളുടെ രാജാക്കന്മാരുടെ പെയിൻറ്റിങ്സ് ഉണ്ട്. അതാണ് മെയിൻ. അത് നമ്മൾ കുറച്ച് നേരം ഒന്ന് നോക്കിക്കും. കാരണം എന്താ വെച്ചാൽ ആ പെയിൻറ്റിങ്സ് അത് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് അന്നത്തെ രാജാക്കന്മാരാണല്ലോ, അവരെ നമ്മൾക്ക് അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു അവസരത്തിൽ കാണാൻ പറ്റിയല്ലേ. ഒരു കലാകാരനായിട്ട് ഒരു കലാകാരൻ മുഖേന നമുക്ക് കാണാൻ വേണ്ടി പറ്റിയതാണ്. ഏതായാലും അങ്ങനെയൊക്കെയാണ് മ്യൂസിയത്തിലെ കഥകൾ. മ്യൂസിയം നമ്മൾക്ക് കാണിക്കാൻ വേണ്ടി പറ്റില്ല. മ്യൂസിയം എന്നല്ല, നമ്മൾ ഇത്തരത്തിൽ ചില ഏരിയകളിലേക്ക് പോകുമ്പോൾ അതൊന്നും നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റാറില്ല. പക്ഷെ അത് കയറിയാൽ നമുക്ക് പോകാൻ പറ്റുമോ? നമുക്ക് പോകണം. ഞങ്ങൾക്ക് നമ്മളിപ്പോൾ ഇത്രയും ഒക്കെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് നമ്മൾ ഓരോ സ്ഥലത്തേക്ക് എത്തുമ്പോൾ നമ്മൾക്ക് അവിടുത്തെ ഒരു സ്ഥലം നമ്മൾക്കത് വീഡിയോ ആയിട്ട് പകർത്താനോ അല്ലെങ്കിൽ ഫോട്ടോ ആയിട്ട് പകർത്താനോ പറ്റുന്നില്ല എന്ന് കരുതി നമുക്ക് അതിനകത്തേക്ക് കയറാക്കാൻ വേണ്ടി പറ്റും അല്ലേ. നമ്മൾ കണ്ടിട്ട് ആസ്വദിച്ച് പോരുന്നത് ഞങ്ങൾ. അപ്പം നിങ്ങൾ അത് വരണവർ, ത്രിപുരയിലേക്ക് വരണവർ ഈ എന്താ പറയുന്ന അഗർത്തലയിലേക്ക് വരുവാണെങ്കിൽ അഗർത്തലിൻ്റെ സെൻറ്ററിൽ തന്നെ ഈ സംഭവം കിടക്കണം. ഇവിടെ വന്നിട്ട് ഇതൊന്ന് കാണാം, നഷ്ടമാവില്ല. 50 റുപ്യ വരെയൊക്കെ ഉള്ളൂ. 50 റുപ്യക്കിലോ മുതലുണ്ട്. പിന്നെ ഇനി അടുത്ത ഭക്ഷണം കഴിക്കട്ടെ. ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് അടുത്തൊരു ഏരിയ പോകണം. ബോർഡർ, ബംഗ്ലാദേശ്, ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിലേക്ക് ഒന്ന് പോയി നോക്കാം അല്ലേ. അഗർത്തല അത്യാവശ്യം വലിയൊരു നഗരം തന്നെയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇവിടെ എന്താ വെച്ചാൽ നല്ല ക്ലീൻഡാണ്. അതുപോലെ തന്നെ തിരക്ക് നിയന്ത്രിക്കാൻ എല്ലാ ടൗണിലുള്ള സിഗ്നലുകൾ, പോലീസുകാർ. പോരാത്തതിന് ടൗണിൽ പാർക്കിംഗ് അവർ കൊടുക്കുന്നുണ്ട് അല്ലേ. പാർക്കിങ്ങുള്ള സൗകര്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതന്നെ ഒരു വലിയൊരു കിട്ടില്ല. പിന്നെ ഇതിപ്പോൾ ഇപ്പോൾ വാഹനങ്ങൾ കുറവായിട്ടായിരിക്കാം ഇവരുടെ കയ്യിൽ. അപ്പോൾ ഇനി കാലക്രമേണ വാഹനങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. ഇന്ന് ഇവിടുത്തെ ഈ നഗരത്തിലുള്ളൊരു തിരക്കാണത്. പിന്നെ റോഡൊക്കെ അത്യാവശ്യം വീതിയിൽ ഇപ്പം തന്നെ നല്ല വീതിയിൽ കിടക്കുന്നുണ്ട്. ഇവിടുന്ന് ഏകദേശം 3 കിലോമീറ്ററാണ് നമ്മൾക്ക് പാലസിൽ നിന്നും ഈ പറഞ്ഞ ബോർഡറിലേക്കുള്ളത്. ബോർഡറിൽ പോയി കഴിഞ്ഞാൽ വെടിയുണ്ട കൊള്ളാൻ നോക്കണ്ട. ഇപ്പോൾ പിന്നെ ഉള്ളിറങ്ങിയാലേ പണിയാവും. ഏതായാലും നമുക്കൊരു കാലെടുത്ത് വെക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. ബംഗ്ലാദേശ് ഈ റോഡ് നേരെ വിട്ട ബംഗ്ലാദേശിൽ കാട്ടാ. നമ്മുടെ കയ്യിൽ പെർമിറ്റ് കാര്യം
നാട്ടിലുണ്ടാക്കണൊക്കെ അടിച്ചു പൊട്ടിക്കണുണ്ട്. ഇവർക്ക് അതിനായിട്ട് മിഷനും ഉണ്ട് കേട്ടോ. അടിച്ചു പൊട്ടിക്കുന്ന ടൈപ്പും ഉണ്ട്, മിഷൻ ടൈപ്പും ഉണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ട് അവര്. ആഹാ, സർക്കാർ ആകെ 4-5 വണ്ടി സിഗ്നലിലൊക്കെ നിൽക്കുന്നത്. ഒരു 4-5 വണ്ടി. എന്നാൽ മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിലേറെ നമുക്ക് സമയം സിഗ്നലിൽ കാണും. തിരക്കില്ല. പിന്നെ അത് ഇതുണ്ടോ സൈക്കിൾ റിക്ഷ ഒക്കെ വരെ ഇനി കാലക്രമേണ എടുത്തു പോകും കേട്ടോ. അവിടെ ഇതൊക്കെ എടുത്തു പോകും. ഇപ്പൊ തന്നെ ഓട്ടോറിക്ഷകളുണ്ട് ഇവിടെ, ഇഷ്ടം പോലെ ഓട്ടോറിക്ഷകളുണ്ട്. ഇനി കാലക്രമേണ അതും എടുത്തു പോകും. ഇവിടെ വരെ നമുക്ക് വരാൻ പറ്റുള്ളൂ. ഓ മൈ ഗോഡ്. വണ്ടിന് ഇവിടെ ചാച്ചാലോ? ചെങ്ങൈമാരെ, നിങ്ങളത് കാണുക. നിങ്ങളത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്നറിയില്ല. അവിടെ ഉണ്ടോ പരേഡ് ഡേ ആണ്. സൺഡേ സാറ്റർഡേ പരേഡ് ഡേ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ദിവസങ്ങളിൽ 3 മണി തൊട്ട് 3 to 5 വരെ ആളുകളെ കയറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആ സമയത്ത് വരേണ്ടി വരും മിക്കവാറും. നമ്മൾ ആ ഒരു സമയത്തിന് വരിക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പിന്നെ എപ്പോഴേലും വരേണ്ടി വരും. നമ്മുടെ ദേശീയ പതാക പറക്കുന്നു, അതിനപ്പുറത്ത് അവിടെ അങ്ങോട്ട് പരേഡ് ടൈം തുടങ്ങും. പരേഡ് കാര്യങ്ങൾ, അതായത് നമ്മുടെ വാഗാ ബോർഡറില്ലേ, അതുപോലത്തെ ചെറിയൊരു പരിപാടി ഇവിടെ ഉണ്ട്. അതെല്ലാ ദിവസവും എല്ലാം ഉണ്ട്. സാറ്റർഡേ സൺഡേ അവിടെ കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ, സാറ്റർഡേ സൺഡേ പരേഡ് ഡേ ആണ്. അപ്പോൾ അത് നടക്കൂല. അപ്പോൾ നമ്മളിവിടെ തിരിച്ചു പോകുന്നല്ല. അതായത് നമുക്ക് ഇവിടുന്ന് ഏതാനും തൊട്ടപ്പുറത്ത് തന്നെ ആ കാണുന്നതാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. ഇവിടെ വരെ വരാൻ പറ്റി. ഞാൻ നമ്മുടെ ജവാന്മാരോട് സംസാരിച്ചു. ഓ ആർമി ട്രക്ക് ആർമി ട്രക്ക് വന്നു. അപ്പോൾ അവർ അകത്തേക്ക് കയറുവാണ്. ഏതായാലും നമ്മൾക്ക് അതിന് യോഗമെല്ലാം പണിയാ. താങ്ക് യു സാർ. ഇതാണ് പരേഡ് ടൈം. കണ്ടാ, അപ്പോൾ എന്ത് ചെയ്യും? മൂഞ്ചി. ഓരോ പദ്ധതികൾ ഇങ്ങനെ മൂഞ്ചുമ്പോൾ നമ്മൾ അടുത്ത പദ്ധതിയിലേക്ക് ഇങ്ങനെ ചേക്കേറുന്നതാണ്. നമുക്കിനി എന്താ ഇവിടുന്ന് വേറെ ഇതിലേക്ക് സ്ഥലം പിടിക്കാം. താങ്ക് യു ഫോർ വിസിറ്റ് അഗെയിൻ. വിസിറ്റ് അഗെയിന്നോ? നമ്മൾ ഇനി ഇങ്ങോട്ട് തന്നെ വരുന്നു. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ല, ഞങ്ങൾക്കതിന് പറ്റിയില്ല. ചെങ്ങൈമാരെ, ഞങ്ങൾ ഇവിടുന്ന് പോകണില്ല. 3 മണി വരെ ഇവിടെ നിന്ന് നോക്കുക അല്ലേ? ഏതായാലും നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു പരേഡ് ആകെക്ക് പോകണം, പരേഡ് കാണണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേങ്കിൽ അത് ഇതുവരെ നടന്നിട്ടില്ല. അത് നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അതിനവസരം ഒത്തു വന്നിട്ടില്ല. ഇവിടെ ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് 3 മണിക്കൂർ കഴിഞ്ഞ പരിപാടി ഉണ്ട്. 3 മണിക്കൂർ എനിക്ക് ഇവിടെ വെറുതെ ഇരുന്ന് ഞാൻ കളയണം. വേറെ ഇപ്പം എനിക്ക് പോകാൻ സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ അവിടേക്ക് ഞാൻ പോയാൽ അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് തന്നെ വരണം, പിന്നെ അങ്ങോട്ട് തന്നെ പോകണം. മനസ്സിലായോ? നമ്മളിപ്പോൾ ഇനി പോകാൻ പോണ സ്ഥലത്തേക്ക് നമ്മളെന്താ വെച്ചാൽ ഓരോ സ്ഥലം ഓനക്കോടി അങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കവർ ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇനി ഒരു സ്ഥലം നമുക്ക് പോകണം 30 കിലോമീറ്റർ അപ്പുറത്ത്. അവിടെ പോയിട്ട് വേണമെങ്കിൽ അവിടെ നിന്ന് ഏതെങ്കിലും ഒരു സ്ഥലം എടുത്തിട്ട് നമുക്ക് തിരിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ വരാം. പിന്നെ അങ്ങോട്ട് തന്നെ പോകണം നമ്മൾ. അപ്പം അതിനേക്കാൾ നല്ല 3 മണിക്കൂറല്ലേ, റെസ്റ്റ് ആവും ചെയ്യും. ഇപ്പം ചോറൊക്കെ തിന്നിട്ടല്ലേ ഉള്ളൂ. കുറച്ച് നേരം ഒന്ന് ഇരുന്ന് ഉറങ്ങിയിട്ടൊക്കെ പോവാം. ഒരു ഗാലിസോട അടിച്ചു. അതേപോലെ റെസ്റ്റ് ഇവിടെ ഇരിക്കുവാണ്. ഇതൊക്കെ ബംഗ്ലാദേശിലേക്ക് പോകുന്ന വണ്ടികളാണ്. അതുപോലെ തന്നെ ഉണ്ടോ കല്ലേക്കാർ അധികം കൊണ്ടുപോകുന്ന കേട്ടോ. ഇവിടെ നല്ല രീതിയിൽ സ്മഗ്ലിങ് നടക്കുന്ന ഒരു ഏരിയ ആണ് ഒരു ത്രിപുരൻ്റെ ബോർഡർ സൈഡ് എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ നിന്ന് നമ്മൾക്ക് ഇവിടുത്തെ ആളുകൾക്കൊക്കെ ഇവിടുന്ന് വിസ കിട്ടും. നമ്മൾക്ക് വിസ കിട്ടണമെങ്കിൽ കൽക്കട്ടയിൽ നിന്ന് കിട്ടുള്ളൂ. കൽക്കട്ടയിൽ നിന്ന് നമുക്ക് ഉള്ള വിസ കിട്ടുള്ളൂ. നമുക്ക് പോകണം, അങ്ങോട്ടേക്ക് കയറണമെന്ന് കരുതുവാണെങ്കിൽ. പക്ഷേ നമ്മൾ കയറണില്ല. നമ്മൾ ജസ്റ്റ് അവിടെ എന്താ സംഭവം നടക്കാൻ പോകണമെന്നൊന്നും അറിയണമല്ലോ. ചെങ്ങന്മാർ ഞങ്ങൾ അതിനകത്തേക്ക് കയറിയിട്ടുണ്ട്. കുറച്ച് നേരമായി ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യണം. പാൻറ് ഇല്ലാതെ കയറാൻ പറ്റില്ല കേട്ടോ. പാൻറ് നിർബന്ധമാണ് അല്ലേ? ഇനി നമ്മൾ അവിടെ എന്തോ സംഭവം വരിയൊക്കെ കാണുന്നുണ്ട്. അതിലെ അവിടെ പോയി നിന്ന് എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല. ഏതായാലും ഇന്ന് നമ്മൾ ഇവിടുത്തെ വാഗാ ബോർഡറിലുള്ള സംഭവം പോലത്തെ കാണും. ക്യാമറ അലോഡ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കണം. ആരും ഒന്നും പറയണമെന്നില്ല. ചെങ്ങന്മാരെ അങ്ങനെ ഞങ്ങളകത്ത് കയറിയിട്ടുണ്ട്. സാധനം ഇത് നമ്മുടെ ആധാർ ഒരാൾക്ക് കൊടുക്കണ്ട അവിടെ. അപ്പോൾ നമുക്ക് ഈ സാധനം കിട്ടാം. ഒരാധാർ നിർബന്ധമാണ്. ആ ഒരു ശനിയോ അല്ലെങ്കിൽ ഒരു ഞായറാഴ്ച നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരാധാർ നിങ്ങളുടെ കയ്യിൽ വേണം.
നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ടാണ്. പിന്നെ അധികം ആളുകൾ കൊടുക്കുന്ന പാസ്പോർട്ടാണ്. അങ്ങനെയെങ്കിൽ പാൻറ് നിർബന്ധമാണ് അല്ലേ? എല്ലാവരും പാൻറ് നിർബന്ധമാണ്. അതുപോലെ തന്നെ താങ്ക് യു ഫോർ യുവർ വിസിറ്റ് ലാൻഡ് പോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്ത് കാണുന്നത് ബംഗ്ലാദേശാണ്, ഇപ്പുറത്തുള്ളത് നമ്മളുടെ ഇന്ത്യയാണ്. ഇവിടെ സ്റ്റേഡിയ കാര്യങ്ങളൊന്നുമില്ല, അതായത് നമ്മുടെ വാഗ ബോർഡറുള്ള പോലെ സ്റ്റേഡിയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാലും അവിടുത്തെ അത്ര വലിയ പ്രോഗ്രാം അല്ലെങ്കിലും ഇവിടെ എന്താണ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതെങ്ങനെ അറിയില്ല, ഞാൻ ഇത് രണ്ടും കണ്ടില്ല. അത് ആദ്യമായിട്ടാണ് ഇത് കാണാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വിലയിരുത്താൻ വേണ്ടി പറ്റില്ല അല്ലേ? ഞങ്ങൾക്ക് ഇതാവും ഞങ്ങൾ ഫസ്റ്റ് കണ്ടിട്ട് വലുത്. അപ്പോൾ പിന്നെ എൻ്റെ ക്യാമറ ഞാൻ ഇവിടെ വെച്ചാൽ जय श्रीमान, परेड शुरू कराने की अनुमति चाहता हूं श्रीमान। जय श्रीमान। सामने से चल।
बहुत बहुत धन्यवाद। भारत माता की जय। भारत माता की जय। भारत माता की जय। भारतम 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 जय भारत। ചെങ്ങമര അതിനപ്പുറത്ത് ബംഗ്ലാദേശ് ഇതാ കണ്ടോളിട്ടാ. വെൽക്കം ടു റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. ഞങ്ങൾ വീണ്ടും ഇന്ത്യയിലൊക്കെ കയറിയിരിക്കുകയാണ്. സംഭവം പൊളി പരിപാടി കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് കാണുന്നോണ്ടെന്ന് അറിയില്ല. സംഭവം കിടുക്കച്ച് പരിപാടി. പുറത്തേക്ക് ഇറങ്ങട്ടെ എന്നിട്ട് പറഞ്ഞുതരാം. ഇവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്താലേ ചിലപ്പോൾ പറ്റൂല. അല്ലേ? എന്തായാലും കൊള്ളാം. ഞങ്ങൾ ഇനി ഇവിടുന്ന് പുറത്തേക്ക് പോകാനുള്ള. അപ്പോൾ നമ്മുടെ ഒരു മലയാളം അറിയണ സാറ്, മലയാളമല്ല സാറ്, മലയാളം അറിയാം, കേരളക്കാരനല്ല സാറ്, തമിഴ്നാട്ടുകാരനാണ്. ഇവിടെയാണ് ഡ്യൂട്ടി സാറിന്. അപ്പോൾ ഞങ്ങൾ അതിലെ വണ്ടി കയറും. അതായത് നമുക്ക് ബംഗ്ലാദേശിക്ക് പോകേണ്ട വണ്ടികളൊക്കെ അതിലേക്ക് കയറിയിട്ട് ഒന്ന് ഈ ഗേറ്റ് ഒന്ന് ആ ഗേറ്റ് അതിലാണ് വണ്ടികളെ വിടുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ ഉള്ള വണ്ടികളെ അങ്ങനെ കയറ്റിയിട്ടാണ് വിടുക. നമ്മളിനി അങ്ങനെ വെൽക്കം ടു എൻട്രി ഫോർ പാസഞ്ചേഴ്സ് ടെർമിനൽ, പാസഞ്ചേഴ്സിൻ്റെ ടെർമിനൽ. ചെങ്ങന്മാരപ്പം ഞങ്ങളിനി അടുത്തായിട്ട് പോകുന്നത് ബോക്സ് നഗറിലേക്കാണ്. ബോക്സ് നഗറിലേക്ക് നമ്മൾക്കൊരു 30 കിലോമീറ്റർ ഒക്കെ ഇവിടുന്ന് പോകാനുണ്ട്. പോകുന്ന വഴിയിൽ നമുക്ക് കറി വെക്കാൻ എന്തെങ്കിലും കിട്ടുമോ നോക്കണം. കിട്ടിയില്ലെങ്കിൽ ഇന്നും കഞ്ഞി കിട്ടുമോ നോക്കണം. കിട്ടണം. നമ്മളെ തക്കാളിയൊക്കെ കഴിഞ്ഞിരിക്കണ്. പിന്നെണ്ടല്ലോ ലാസ്റ്റ് ടൈമില്ല വന്ദേ ഭാരതം മോനെ, വന്ദേ ഭാരതം ജയിക്കും. ഉള്ളരിങ്ങനെ കയറും നമുക്കിങ്ങനെ പൊളിച്ചുമ്പോ. അതാണ് പല സൈഡിലൊരു സൗണ്ട് പോലില്ല. സൈഡില് നല്ല ശക്തമായിട്ട്, അതെ കുട്ടമായിട്ടില്ല. സെമ്മ വൈബായിട്ടാണ്. അതും ഒരു ആർമി ഉദ്യോഗസ്ഥൻ വിളിക്കുമ്പോൾ അതിന് ഏറ്റു വിളിക്കുക എന്ന് പറയുമ്പോൾ അതാണ് പ്രത്യേകിച്ച്. മറ്റൊരു രാജ്യം കാണിക്കെ അല്ലെങ്കിൽ അവരെ നോക്കി നിൽക്കേ, അവരും അവരുടെ ആർമിയൊക്കെ നോക്കി നിൽക്കുകയാണല്ലോ നമ്മള്. എന്താ വല്ലാത്ത ചേട്ടാ അല്ലടാ. പോകുന്ന വഴിയില്ലേ ഒന്ന് നിർത്തിയതാണ്. ചിക്കൻ ചോക്കയാണ് പോലെ, ചിക്കൻ ചോക്ക ഒരു ഇളം വിശപ്പ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കരുത്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ സമൂസ ഞാൻ കണ്ടു. പക്ഷേ ഇത് കണ്ടപ്പോൾ ഇതെന്തോ സംഭവം അതൊന്ന് ടേസ്റ്റ് ചെയ്യണമല്ലോ. സമൂസ നമ്മൾ ഇടയ്ക്ക് കഴിക്കുന്നുണ്ട്. ചിക്കൻ ചോക്ക എന്താ അവസ്ഥ നോക്കാം. താങ്ക് യു. ചൂടാണ് കാരണം തക്കാളി സോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയാ. ചിക്കനും ആളും അല്ലേ? ചിക്കനും ആളുമാണ് പോലെ. അത് കഴിക്കട്ടെ കേട്ടോ ചെങ്ങന്മാരപ്പോൾ. ഞങ്ങൾക്ക് അത് ചെറിയൊരു സ്ഥലം കിട്ടിയാണ്. സ്ഥലം കിട്ടുക പറഞ്ഞാൽ നമ്മളൊന്ന് എവിടെയിലേക്കല്ലേ നോക്കണ്ട. ഇന്ന് കുറച്ച് പോർക്കാണ്. അപ്പോൾ ഇന്നലെ ചിക്കനും ഇന്ന് പോർക്കും. അതിൻ്റെ 2 ദിവസം മുന്നേ മീൻ നല്ല അടിച്ച് കയറ്റിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെ ശരീരം ഇങ്ങനെ ആയതുകൊണ്ടാണ് തോന്നുന്നത്. ഞങ്ങളെ ശരീരത്തിൽ ഇതൊന്നും പറ്റില്ല. ഞങ്ങൾ ചിക്കനൊന്നും ഉണ്ടാക്കിയില്ല. നമ്മൾ ആ ടൈപ്പിൽ തന്നെയാണ് ഇന്നാളും നമ്മൾ ഈ സാധനം ഉണ്ടാക്കിയിരുന്നത്. ഉള്ളിയും തക്കാളി ഇട്ടിക്കണ്. നമ്മളുണ്ടാക്കിയ ഇഞ്ചിക്കുത്ത് മസാല അതിലിട്ടിക്കണ്. ഇനി അതിലേക്ക് നമ്മളുടെ മുളക് പൊടി, ആവശ്യാനുസരണം മുളക് പൊടി കിടക്കട്ടെ. അല്ലേ ഇപ്പം നമ്മൾ മുട്ടയിട്ട് കുറയില്ലേ? മുട്ട നമ്മൾ ഇപ്പം അങ്ങനെ കഴിക്കല്ല. കഴിക്കണം നമ്മൾ. അതിന് നാളെ തന്നെ ആയിക്കോട്ടെ. നാളേക്ക് ഇത് ഉണ്ടാവില്ല. ഇത് കഴിഞ്ഞിട്ട് നോക്കാം. രണ്ട് മൂന്ന് ദിവസത്തിന് 2 ദിവസം നാളേക്കും. നാളെ രാത്രി വരെ നമുക്ക് ഇറച്ചി ഉണ്ടാവും എന്നൊക്കെ തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഇത് 1/2 കിലോൻ്റെ മേലുണ്ട്. മനസ്സിലായോ? 1/2 കിലോൻ്റെ മേലുള്ള സാധനം. അതിന് ഇവിടെ കിലോന് 400 രൂപ കേട്ടോ. 400 രൂപയാണ് കിലോന് വരുന്നത്. ഇത് ഏതാ ഗരം, ഏതാ ചിക്കൻ മനസ്സിലാവുള്ളൂ. അതാണ് ഗരം അല്ലേ? ഗരൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് ഗരൊക്കെ കഴിഞ്ഞാണ്. ഗരത്തിൻ്റെ കൂടെ കഴിഞ്ഞിട്ടില്ല. ഞാൻ അടുത്ത ഒരു ചിക്കൻ കറിക്കും കൂടിയുള്ള ഗരമുള്ളൂ. അത് കഴിഞ്ഞാൽ ഏറിയാവോ? കണ്ടിട്ട് ഏറിയോ? എടുക്കണോ അങ്ങനെ? കുറച്ചെടുക്ക്. ഇല്ലേ ഇല്ല, ഞാൻ കുഴച്ചടാ. ചോദിച്ച് കൊട്ടുമ്പോൾ റെഡി ആയിക്കോളും. വെളിച്ചെണ്ണടെ എന്നതില്ല ഏറിയാൽ ഏറി.
ഇത് ഞങ്ങളുടെ സാട്ടുപുട്ട് വെപ്പാണ്. ഞങ്ങൾ ഇന്നാളെ വെച്ചത് ഇങ്ങനെ തന്നെ കേട്ടോ. പക്ഷേ ഇത് അന്ന് രസമുണ്ടായിരുന്നു. ഇന്ന് ഇനി പാളൊന്നും അറിയില്ല. ചിലത്തിലിടാൻ ചിലത്തിൽ റെഡിയാവില്ല അല്ലേ? മനസ്സിലായി. വെള്ളം കുറച്ച് ഒഴിക്കാലോ, വെള്ളം കുറച്ച് വയ്ക്കണം. കാരണം എന്താ വെച്ചാലേ എന്തോട്ട് നല്ലോണം നല്ല വേഗം ചിക്കൻ്റെ പറയാം. ചിക്കനും മുട്ടൊക്കെ പെട്ടെന്ന് വേഗണ സൈസാണ്. കളറില്ലല്ലേ കണ്ടിട്ട്? പക്ഷേ ഇത് നല്ല ഉണ്ടാവും. അവിടെ നിൽക്കട്ടെ, നമുക്ക് വേണമെങ്കിൽ ഞാൻ തുറന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇടാം. വെള്ളം വറ്റിക്കണോ ഇല്ല നമുക്ക് നോക്കിയിട്ടൊക്കെ നമുക്ക് ഇടാം. അടച്ചിട്ട് തന്നെ ഉണ്ടാക്കും. ചെങ്ങന്മാരെ ഇപ്പം നമ്മളെ സാധനം റെഡി ആക്കണേ. എന്താ ടേസ്റ്റ് നട്ട് നോക്കിയാ? ചൂടോടൊക്കെ ഇപ്പം തന്നെ തിന്നാ കഷ്ണം എടുക്ക്. ഇഞ്ചി അടിച്ച ഫസ്റ്റ് നല്ല ബന്ധമുണ്ടാ ഇല്ലേ? എപ്പടി നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയില്ലേ, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. പൊറാത്തതിന് നല്ല വേവ് ഉഷാറായിട്ട് വന്നിരിക്കണം. എന്നൊക്കെ അതിൻ്റെ കൃത്യത കാണിച്ചു തരാണ്ട. ഉണ്ടോ ഉടയാണ്? ഉണ്ട്. എന്നാൽ വേഗം തിന്നു, ഞങ്ങൾ തിന്നട്ടാ. അങ്ങനെ ത്രിപുരയിൽ രണ്ടാമത്തെ രാത്രി. രണ്ടാമത്തെ ഇന്നും കൊള്ളാം. ഇന്നത്തെ ദിവസം അടിപൊളിയാണ്. നമ്മൾ ആ ഒരു പരേഡ് കണ്ടതേ, അത് രക്ഷ. മനസ്സിന്റെ ഉള്ളിൽ ഹിന്ദി അത് റിപ്പീറ്റ് കണ്ണിലൂടെ കാണാണ്. അതാണ്. ഏതായാലും അങ്ങനെയൊക്കെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കുകയാണ്. പിന്നെ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത ലൈവ് ആയിട്ട് നാളെ വരാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.